ഭാര്യയ്ക്ക് എത്ര വയസ്സുണ്ട്? 34 വയസ്സ്. ക്യാൻസറാ. ഡോക്ടർമാർ എന്തോ പറഞ്ഞേ? ഇനി 1 വർഷമേ ജീവിക്കത്തുള്ളെന്നാ. കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തി തരും. ഇന്ന് രാവിലെ ആ വീട്ടിലെ പ്രതിസന്ധി മാറിപ്പോകും. നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തൊരു കടുങ്കെട്ട് ആ വീട്ടിലുണ്ട്. നിന്നോട് കൂടെ എന്നും ഞാനുണ്ട്. ഞാനിവിടുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു നിന്നെ വിളിക്കാൻ. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു നീ അഭിഷക്തനാകുമെന്ന്, ദൈവത്തിന്റെ രാജ്യം ചുമക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന്. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു നിന്റെ വീട്ടിൽ ക്യാൻസർ ഉള്ള നിന്റെ ഭാര്യ ഉണ്ടെന്ന്. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നിന്റെ ഭാര്യ ദൈവം സൗഖ്യമാക്കാൻ പോവാന്ന്. നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഇല്ല, നശിക്കോ? ഇല്ലടാ മക്കളെ, നീ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോവാ. യേശു എന്നോട് പറയുക, ഒരു സമയം കഴിഞ്ഞിട്ട് നീ ദൈവത്തിന്റെ ആളാകും. ദൈവരാജ്യം ചുമക്കാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. ഈ വെള്ള ടീഷർട്ടുകാരനോടാ പറയുന്നത്. നീ എന്നാ ചെയ്യുന്നത് ഇപ്പൊ? എടാ നീങ്ങി വാ. എന്നോട് കർത്താവ് പറഞ്ഞ എന്നാന്നറിയോ? നിന്റെ വീട്ടിൽ ഇന്നൊരു സൗഖ്യം നടക്കാൻ പോവാ. നിന്റെ ഭാര്യയ്ക്ക് എത്ര വയസ്സുണ്ട്? 34 വയസ്സ്. ക്യാൻസറാ. ഡോക്ടർമാർ എന്തോ പറഞ്ഞേ? ഇനി 1 വർഷമേ ജീവിക്കത്തുള്ളെന്നാ. നിനക്ക് പിള്ളേരുണ്ടോ? നിന്റെ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? 6 വയസ്സ്. ദൂത് ദൈവം പറയുക, നിന്റെ കുഞ്ഞ് വളർന്നു വലുതാകുന്നത് പോലെ നിന്റെ ഭാര്യയ്ക്ക് ഇന്ന് രാവിലെ ദൈവം ആയുസ് കൊടുക്കാൻ പോവാ. കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകള്. ഈ മോന്റെ അമ്മ എന്തി? അമ്മ വാ. എടാ എത്ര വർഷം നീ ദുബൈയിലുണ്ടായിരുന്നു? 2 വർഷം. അമ്മേ, ഇന്ന് രാവിലെ ആ വീട്ടിലെ പ്രതിസന്ധി മാറിപ്പോകും. നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തൊരു കടുങ്കെട്ട് ആ വീട്ടിലുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ വീട് ഓടിട്ട വീടാ. മോൻ ഗൾഫിൽ പോയിട്ട് ഒന്നും ഇല്ല. അധ്വാനിക്കുന്ന ഒന്നും വീട്ടിൽ നിൽക്കത്തില്ല. എന്നോട് ദൈവം പറയുക, നിനക്ക് ദൈവം വീട് തരും, നിന്റെ ഭാര്യയെ തിരിച്ചു തരും. മോനെ, നിന്റെ ഭാര്യയ്ക്ക് എത്ര വയസ്സാ ഉള്ളേ? അവൾക്ക് എത്ര വയസ്സാ? ഭാര്യയ്ക്ക് എത്ര വയസ്സുണ്ട്? 34 വയസ്സ്. ഞാനിവിടുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു നിന്നെ വിളിക്കാൻ. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു നീ അഭിഷക്തനാകുമെന്ന്, ദൈവത്തിന്റെ രാജ്യം ചുമക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന്. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു നിന്റെ വീട്ടിൽ ക്യാൻസർ ഉള്ള നിന്റെ ഭാര്യ ഉണ്ടെന്ന്. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നിന്റെ ഭാര്യ ദൈവം സൗഖ്യമാക്കാൻ പോവാന്ന്. എല്ലാരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. മൂവാറ്റുപുഴയിലെ വീട്ടിൽ ഇന്ന് രാവിലെ ആമേൻ നിന്റെ മകളെ ദൈവം സൗഖ്യമാക്കാൻ പോവാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആ 34 വയസ്സുകാരിയെ ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എന്റെ ദൈവം സൗഖ്യമാക്കാൻ പോവാ. ഒന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും യേശുവേ എന്നൊക്കെ ഒന്ന് വിളിച്ച് ഈ രാവിലെ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചോ. ആ മൂവാറ്റുപുഴ വീട്ടിൽ നിന്ന് ഈ രാവിലെ ഒരു മഹത്വം ഇറങ്ങി വരിക. ഈ മോൻ ഇന്ന് രാവിലെ വിടുവിക്കപ്പെടാൻ പോവാ. ഇവന്റെ കുടുംബം ഇന്ന് രാവിലെ വിടുവിക്കപ്പെടാൻ പോവാ. എല്ലാവരും ഒന്ന് കൈയടിച്ചു പ്രാർത്ഥിച്ചോ. ഉടകൽ പ്രവനഘടക ശബ്ദരാധന. ഈ വീടിനകത്ത് കയറിക്കൂടിയ എല്ലാ നാഗശക്തികളും ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിന്ന് പൊട്ടിപ്പോകട്ടെ. ഒരു നാഗശക്തി ഇവരെ തുടരുത്. നീ പാമ്പിനെ സ്വപ്നം കാണും, പാമ്പ് നിന്റെ അടുത്ത് വരും.
ഇന്ന് രാവിലെ ആ സ്പിരിറ്റ് ഞാൻ പൊട്ടിക്കുക. അവരുടെ വസ്തു വിടുവിക്കപ്പെടട്ടെ. അവരുടെ വസ്തുവിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. എല്ലാരും പ്രാർത്ഥിര, എല്ലാരും പ്രാർത്ഥിര. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിര. അഴിയവളുടെ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ, ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയും. ഇവിടെ ശരീരത്തിൽ, ഇവിടെ കുടുംബത്തിൽ കുടികൊണ്ട സകല പൈശാചിക ശക്തികളും ഇന്ന് രാവിലെ മാറിപ്പോകട്ടെ. ഇവളിന്ന് സ്വതന്ത്രയാ. ഇനി അവിടെ ശരീരത്തെ തുടരുത്. ഇവിടെ വീട്ടിൽ പാമ്പ് വരരുത്. ഒരു ശക്തിയും കയറരുത്. മോനെ, നിന്റെ ഭാര്യ അടുത്ത മാസത്തെ ആരാധനയ്ക്ക് ഇവിടെ വരും. അവള് സൗഖ്യത്തോടെ ഇവിടെ വരും. ഇപ്പൊ 1:30-35-40-42 ഈ സമയത്ത് മൂവാറ്റുപുഴയിലെ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയുടെ മേലൊരു സൗഖ്യം ഉണ്ടാവും. എടാ, ഡോക്ടർമാർക്ക് ക്യാൻസർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്യാൻസർ ഇപ്പൊ സ്പ്രെഡായി ശരീരം മൊത്തം. പക്ഷെ എന്നോട് കർത്താവ് പറയാ, അത് തിരിഞ്ഞു വരാൻ പോവാ. അവിടെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ മാറാൻ പോവാ. അവള് സൗഖ്യമാകാൻ പോവാ. പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാരും പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാരും പ്രാർത്ഥിച്ചോ. മോനെ, ഒരു മിനിറ്റ്. എൻ്റെ കൂടെ ഒരു 15 വയസ്സുള്ള റീമയുണ്ട്. ലുക്കീമയായിരുന്നു. ഞാൻ ചെന്ന് കാണുമ്പോൾ, ഓർത്തഡോക്സുകാരാ ഞാൻ ചെന്ന് കാണുമ്പോൾ ഒരു മരണവീട് പോലെ വീട്. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് റീമ കല്യാണം കഴിച്ച് റീമയ്ക്ക് 2 പിള്ളേരുണ്ട്. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ഇതാ. ഇതിനകത്ത് 100 കണക്കിന് ആളുകളുണ്ട് സൗഖ്യമായവരാ. നീ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഒറ്റ കാര്യം ചിന്തിച്ചാൽ നമ്മുടെ തമ്മിൽ ആദ്യം കാണുക. എനിക്ക് നിന്നെ അറിയത്തില്ല, നിനക്ക് എന്നെ അറിയത്തില്ല. നമ്മളെ രണ്ടിനെയും കൂടെ അറിയാവുന്ന ഒരാൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ആളിന്റെ പേര് യേശു. ഞാൻ ഇന്ന് ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് വന്നത്. അപ്പോൾ ഞാനൊരു കാര്യം മാത്രം ഇവിടെ ആദ്യം പാസ്റ്റർ പ്രാർത്ഥിച്ചു, വചനം പങ്കുവച്ചു, പിന്നീട് പാസ്റ്റർ വന്നു. അപ്പം ഞാനിവിടെ ഇരുന്നപ്പോൾ ഞാനൊരു കാര്യം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊരു വിടുതൽ തരണം. ഞാനത് അങ്ങ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എനിക്കത് വേണ്ട. അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരണം എന്ന്. എനിക്ക് ശുശ്രൂഷയെ ഭയങ്കര കൊതിയുള്ള ഒരാളാണ് ഞാനപ്പോൾ അതങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പാസ്റ്റർ എന്നെ വിളിച്ചതും. നിങ്ങളൊന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്